ഹലോ ഗായ്സ്, ഇപ്പോൾ രാത്രി 7:45 കഴിഞ്ഞു. നമ്മൾ ഫ്രൈഡേ ഈവനിങ് ആയിട്ട് ബാറിലല്ല, പബ്ബിലല്ല, ഡിന്നർ കഴിക്കാനും അല്ല പോകുന്നത്. ഉണ്ണിയപ്പം തപ്പിയുള്ള ഒരു യാത്രയിലാണ്. ആക്ച്വലി എടപ്പള്ളി ഗണപതി അമ്പലത്തിൽ ഉണ്ണിയപ്പം ഭയങ്കര വിശിഷ്ടമായ ഒരു സാധനമാണ്, ഭയങ്കര സ്പെഷ്യലാണ്. അത് കിട്ടാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം, ബുക്ക് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും കിട്ടാൻ. അപ്പോൾ ഇന്ന് അതിൻ്റെ ഡെലിവറി ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അമ്മ ചാടിക്കയറി, ഞാൻ ഓഫീസിൽ നിന്ന് വന്ന പാടെ അമ്മ ചാടിക്കയറി പറഞ്ഞ്, എടാ ഇന്ന സ്ഥലത്ത് പോകണം. ഓക്കെ ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവിടെ തിരക്കുണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. എന്തായാലും പോയി നോക്കാം. അപ്പം നിങ്ങളും കൂടെ പോരെ? ഓക്കെ. ഗൈസ്, അങ്ങനെ അമ്പലം ലക്ഷ്യമാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച വൈകുന്നേരമായിട്ടും വലിയ തിരക്ക് പാലാരിവട്ടം റൂട്ടിലില്ല. അതങ്ങനെ സംഭവിക്കാറില്ല പൊതുവെ. എന്തായാലും അമ്പലത്തിൽ തിരക്ക് കാണില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. ക്യൂ ഉണ്ടെങ്കിൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരും. പിന്നെ കറക്റ്റ് 8 മണിയാകുമ്പോഴത്തേക്ക് അവർ കൊടുത്തു തുടങ്ങുള്ളൂ. അപ്പോഴത്തേക്കും അമ്പലമൊക്കെ അടയ്ക്കും. പാലാരിവട്ടം ജംഗ്ഷനിൽ മെട്രോ പില്ലറിൻ്റെ പണിയും ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് എന്തോ ഭാഗ്യത്തിന് വലിയ ബ്ലോക്ക് കാണുന്നില്ല. ഇവിടുന്ന് കാക്കനാട്ടേക്ക് പോകുന്നവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എടപ്പള്ളി ഗണപതി അമ്പലം ലക്ഷ്യം വെച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എടപ്പള്ളി കൊട്ടാരം ഗണപതി അമ്പലത്തിലേക്ക് എത്തി. ഇത് എടപ്പള്ളി പാലസിൻ്റെ പ്രൈവറ്റ് ഏരിയയാണ്. അപ്പോൾ ഗേറ്റൊക്കെ എടപ്പള്ളി പാലസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പാലസ് ലുക്ക് ശരിക്കും പറഞ്ഞാൽ കാണുന്നില്ല. എന്നാലും ഭയങ്കര, എന്ന് പറഞ്ഞ് സിറ്റിക്കകത്ത് തന്നെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. അതിൻ്റെ അകത്തൊരു അമ്പലം. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. കറക്റ്റ് 8 മണിയാകുമ്പോഴേ അവർ കൊടുത്തു തുടങ്ങുള്ളൂ. നമ്മളിപ്പോൾ ഇച്ചിരി നേരത്തെ എത്തി. അമ്മ ക്യൂ നിൽക്കുമായിരിക്കും. എന്തായാലും നോക്കാം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ്. നല്ല ക്യൂവാ, കുറച്ച് സമയം എടുക്കും. അപ്പോൾ പോയിട്ട് വരാം. പ്രാവിനെ തീറ്റാനൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ അകത്തായിരിക്കും ഇപ്പം. നമ്മൾ നേരത്തെ വന്നെങ്കിൽ പ്രാവൊക്കെ താഴെ ഇരിക്കുന്നത് കാണാമായിരുന്നു. അമ്പലത്തിൽ നടയൊക്കെ അടച്ചു. രാത്രി എല്ലാവരും ഉണ്ണിയപ്പത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. അമ്മ ക്യൂവിലുണ്ട്. അപ്പം ഞാൻ വെറുതെ ഒന്ന് കറങ്ങാനാണ്. അമ്പലം അടച്ചു കണ്ട, ഭയങ്കര സമാധാനമാണ് ഇവിടെ. അടച്ചതുകൊണ്ട് ആരുമില്ല. കൊട്ടാരത്തിൻ്റെ ഒരു പോർഷൻ്റെ അകത്താണ് അമ്പലം പ്രതിഷ്ഠയൊക്കെ ഉള്ളത്. നമുക്കങ്ങനെ പ്രോപ്പർ എൻട്രി ഒന്നുമില്ല. രാവിലെ വളരെ നേരത്തെ വന്നു കഴിഞ്ഞാൽ വിഗ്രഹം കാണാൻ പറ്റും അകത്ത് കയറി. അല്ലെങ്കിൽ പുറത്തൊരു ഏരിയ ഉണ്ട്, അവിടെ നിന്ന് തൊഴാൻ പറ്റുള്ളൂ. ഉണ്ണിയപ്പം അമ്മയുടെ മുഖത്ത് സന്തോഷം കാണാനുണ്ട്. ഗൈസ്, അങ്ങനെ ഉണ്ണിയപ്പം കിട്ടി. ഉണ്ണിയപ്പം കഴിച്ചു നോക്കട്ടെ. പൊളി സാധനമാണ്. മാസങ്ങൾ വെയിറ്റ് ചെയ്യണം ഇത് കിട്ടാൻ. അതാണ് ഏറ്റവും വലിയ കോമഡി. ഗൈസ്, അങ്ങനെ വിജയകരമായി അമ്പലത്തിൽ നിന്ന് ഉണ്ണിയപ്പം കിട്ടിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉണ്ണിയപ്പം കിട്ടാൻ വേണ്ടി നമ്മൾ മാസങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ബുക്ക് ചെയ്യണം, പിന്നെ ഒരു ഡേറ്റ് വരും. ആ ഡേറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് രാത്രി 8 മണിക്ക് ശേഷമാണ് കൊടുത്തു തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ന് ഡേറ്റ് വന്നു, ഞങ്ങൾക്ക് ഇന്ന് കിട്ടി. അമ്മയുടെ സന്തോഷം കണ്ടല്ലോ. അങ്ങനെ ഇന്നത്തെ ഉദ്യമം ഏകദേശം കഴിഞ്ഞു. ഉണ്ണിയപ്പം കഴിച്ചു, ഒരു സുഖം. അങ്ങനെ എടപ്പള്ളി ഗണപതി അമ്പലത്തിനോട് ഇവിടെ പറഞ്ഞ് നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാനുള്ള പരിപാടികൾ സെറ്റപ്പ് ആക്കണം. എടപ്പള്ളി ബൃന്ദാവനിൽ കയറാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തിരക്ക്. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് സ്വിഗ്ഗിയോ സൊമാറ്റോ എന്തെങ്കിലും ചെയ്യാം, അതായിരിക്കും നല്ലത്. എന്തായാലും ഉണ്ണിയപ്പം പെട്ടെന്ന് കിട്ടിയത് വലിയ സന്തോഷമായി. പിന്നെ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോയി വരാനും പറ്റി. ഓ ഗൈസ്, അങ്ങനെ വീട്ടിലെത്തി. ഒരു ഷോർട്ട് ട്രിപ്പായിരുന്നു. നമുക്ക്
വളരെ പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം കിട്ടി, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പിന്നെ വെള്ളിയാഴ്ച ഈവനിങ് ആയിട്ടും അധികം ബ്ലോക്കും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാൻ പറ്റി. ഈ ഉണ്ണിയപ്പം എടപ്പള്ളി ഗണപതി അമ്പലത്തിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു സൂപ്പർ സാധനം. കുറച്ച് സമയം എടുക്കുന്നു കിട്ടാൻ, നമ്മൾ കുറച്ച് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്നാലും അത് വർത്ത് ദ വെയിറ്റാണ്. സൂപ്പർ സാധനമാണ്. അത് കഴിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, എടപ്പള്ളി അമ്പലത്തിൽ പോയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്, എനിക്കറിയാം. ചെറിയൊരു എന്താ പറയുക, നമ്മൾ വൈകിട്ട് പോകുന്ന സമയത്ത് ഷൂട്ട് ചെയ്തതാണ്, അതുകൊണ്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.